Hi, in this video we are going to discuss about diffraction. So this is a short introduction to diffraction. So first question is, what is diffraction? So what is diffraction? Diffraction. Consider an obstacle. Let this obstacle is with a straight edge. The drawing അത്ര poor drawing ആണ്. So straight edge ഉള്ള ഒരു obstacle ഞാൻ consider ചെയ്തു. Now light is coming from here. Now as the light comes from here, now if I have a screen here, നമ്മളോട് ഒരു സ്ക്രീൻ കൺസിഡർ ചെയ്താൽ സ്ക്രീനിൽ suppose this point is O. Now suppose this obstacle is AB. Now ഞാനിവിടെ CD, OCOD എന്നുള്ള റീജിയൻ കൺസിഡർ ചെയ്താൽ if this is an opaque obstacle, ഈ ഒബ്സ്റ്റക്കിളിലൂടെ ലൈറ്റ് ഇതിലൂടെ പാസ് ചെയ്യുന്നില്ലെങ്കിൽ ഇവിടെ നമ്മൾ ലൈറ്റ് വരികയാണെങ്കിൽ this region will be of uniform illumination. This region will be illuminated. It will have illumination, and here there will be shadow. Light in the shadow ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. So there will not be any light here, and here you have uniform illumination. But real നിങ്ങളതൊന്നുകൂടെ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഈ ഷാഡോയിലേക്ക് ലൈറ്റ് എൻക്രോച്ച് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഷാഡോൻ്റെ എഡ്ജ് എക്സാക്ട്ലി ഇവിടുന്ന് ഒരു ക്ലിയർ കട്ടായിട്ട് ഷാഡോ സ്റ്റാർട്ട് ചെയ്യില്ല, പകരം ഒരു കുറച്ച് എൻക്രോച്ച്മെന്റ് ഉണ്ടാവും. സോ ദിസ് എൻക്രോച്ച്മെന്റ് ഓഫ് ലൈറ്റ് ഈസ് സെഡ് ടു ബി diffraction. ഓക്കെ, നൗ അനദർ എക്സാമ്പിൾ നമ്മൾ കോമൺ ലൈഫിൽ ഒബ്സർവ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ നമ്മൾ CD. സോ ഇത് CD നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ CDയിൽ ഒരു റെയിൻബോ പാറ്റേൺ നിങ്ങൾക്ക് കാണാൻ കഴിയും. ആൻഡ് ആക്ച്വലി ദിസ് റെയിൻബോ പാറ്റേൺ ഈസ് ഡ്യൂ ടു ഡിഫ്രാക്ഷൻ. ഇറ്റ്സ് എ കോമൺ എക്സാമ്പിൾ. നമ്മൾ കോമൺ ലൈഫിൽ ഒബ്സർവ് ചെയ്യുന്ന ഡിഫ്രാക്ഷൻ്റെ കോമൺ ഫിനോമിൻ ഒരു എക്സാമ്പിളാണ് നമ്മൾ കാണിച്ചത്. നൗ ലാബിൽ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ഡിഫ്രാക്ഷൻ പാറ്റേൺ ആണ് നിങ്ങൾ റൈറ്റ് സൈഡിൽ കാണുന്നത്. ആൻഡ് ദിസ് പാറ്റേൺ ഈസ് ലേസർ ബീം ഡിഫ്രാക്റ്റഡ് ത്രൂ എ സർക്കുലർ അപ്പേർച്ചർ. ഒരു സർക്കുലർ അപ്പേർച്ചറിലൂടെ, സർക്കുലർ മീൻസ് നമ്മളൊരു ഡിസ്ക് എടുത്തു, ആ ഡിസ്കിനകത്ത് ചെറിയൊരു ഹോൾ ഉണ്ട്. Now suppose laser beam is diffracted through this red laser നമ്മൾ ഈ ബീമിലൂടെ കടത്തി, ഈ ഹോളിലൂടെ കടത്തി വിട്ടാൽ തൊട്ടിപ്പുറത്ത് നമ്മളൊരു സ്ക്രീന് പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്ക്രീനിൽ കാണുന്ന പാറ്റേൺ ആണ് ദിസ് പാറ്റേൺ. സോ ഇവിടെ കാണിച്ച ദിസ് പാറ്റേൺ ഈസ് എ ഡിഫ്രാക്ഷൻ പാറ്റേൺ ഒബ്സർവ്ഡ് ഇൻ എ ലാബ്, ആൻഡ് ദിസ് ഈസ് എ ഡിഫ്രാക്ഷൻ പാറ്റേൺ ദാറ്റ് എവരിബഡി നമ്മളെല്ലാവരും കാണുന്ന ഒരു ഡിഫ്രാക്ഷൻ പാറ്റേൺ ആണ്. ഓക്കെ, now let us define diffraction. So what is diffraction? When light falls on obstacle, it bends round the corners of the obstacle and it enters in the geometrical shadow. So generally speaking, we call this bending of light as diffraction. And when the size of the obstacle is comparable with the wavelength of light, this will be more prominent. The diffraction effect കുറച്ചുകൂടെ prominent ആയിരിക്കും. Okay. And the amount of bending depends upon the size of the obstacle and the wavelength of the wave. Okay, so വരുന്ന ഒബ്സ്റ്റക്കിളിൻ്റെ സൈസും അതുപോലെ വേവ് ലെങ്ത് ഓഫ് ദി വേവും മാറുന്നതിനനുസരിച്ചിട്ട് നമ്മൾ അവിടെ ഉണ്ടാകുന്ന ബെൻഡിങ് ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, വേറൊരു കോമൺ ലൈഫ് എന്നൊരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളൊരു ബൈക്ക് ഓടിച്ച് പോവുകയാണെങ്കിൽ, സപ്പോസ് നമ്മളൊരു സൈക്കിളോ അല്ലെങ്കിൽ ബൈക്ക് ഓടിച്ച് പോകുമ്പോൾ സപ്പോസ് റോഡിനകത്ത് ഉണ്ടാവുന്ന ചെറിയ കുഴികളോ ഇതൊക്കെ ഉണ്ടാവും. സോ ഈ നമ്മുടെ ബൈക്കിൻ്റെ ടയറിൻ്റെ റേഡിയസ് അല്ലെങ്കിൽ ടയറിൻ്റെ സൈസും ഇവിടെ കുഴീൻ്റെ സൈസും കമ്പയറബിൾ ആവുമ്പോൾ നമ്മുടെ എഫക്റ്റ്, അവിടെ ഉണ്ടാകുന്ന റിസൾട്ട് മാക്സിമം ആവാൻ തോന്നും. അപ്പോൾ നമ്മുടെ റോഡ് ചെറിയ കുഴികളാണെന്നുണ്ടെങ്കിൽ അത് വലിയ എഫക്റ്റ് ഉണ്ടാക്കില്ല നമ്മൾ ബൈക്കിൽ പാസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ സൈക്കിളിൽ പാസ് ചെയ്യുകയാണെങ്കിൽ. ബട്ട് when the size of the tire is comparable with the ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നത്തിനോട് രണ്ടും കമ്പയറബിൾ ആകുമ്പോൾ നമുക്ക് എന്താ അവിടെ ഉണ്ടാകുന്ന എഫക്റ്റ് ഭയങ്കരമായി മാറും. അതുപോലെ നമ്മൾ ഇവിടുത്തെ റേഡിയസ് ഇവിടെ ഉണ്ടാകുന്ന കുഴികളേക്കാൾ ചെറുതായി കഴിഞ്ഞാലോ, അപ്പോൾ ഇവിടെ അത് വലിയ കുഴികൾ വന്നു, ഞാൻ ഉദ്ദേശിച്ചത് ലാർജ് റോഡിനകത്ത് ഇങ്ങനെ ഒരു കുഴി ഉണ്ടെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഈ ഇതായിട്ട് ഓടിച്ചു പോകുമ്പോൾ അത് വീണ്ടും എഫക്ട്സ് മാറും. സോ when the size of this
സൈക്കിൾ സൈസ് റേഡിയസിൻ്റെ അല്ലെങ്കിൽ ടയറിൻ്റെ സൈസും ഇവിടെ ഉണ്ടാകുന്ന കുഴികളുടെ സൈസും കമ്പയറബിൾ ആകുമ്പോൾ നമുക്ക് എഫക്റ്റ് മാക്സിമം ആവും. അതുപോലെ ഡിഫ്രാക്ഷൻ്റെ എഫക്റ്റും അങ്ങനെ ആയിരിക്കും, മാക്സിമം ആയിട്ട് വരും. ഓക്കെ, നൗ അനദർ എക്സാമ്പിൾ ആണ്, നമ്മൾ ഡോറ് തുറന്നു വെക്കുമ്പോൾ നമുക്കറിയാം ഇവിടെ ലൈറ്റ് സ്ട്രൈറ്റ് ലൈനായിട്ട് പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലൈറ്റ് ത്രൂ റെക്റ്റിലീനിയർ പ്രൊപ്പഗേഷൻ നമുക്ക് സ്ട്രൈറ്റ് ലൈനിലൂടെ പാസ് ചെയ്യണം. ബട്ട് നിങ്ങൾ ഈ അരികെ നോക്കിയാൽ ഇവിടെ എൻക്രോച്ച് ചെയ്തിട്ട് ഇവിടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ലൈറ്റ് ഇവിടെ ബെൻഡ് ചെയ്യുന്നുണ്ട്. സൗണ്ട് വേവ് ബെൻഡ് ചെയ്യുന്ന പോലെ ലൈറ്റ് ഇവിടെ വന്ന് ചെറിയൊരു ബെൻഡിങ് ഉണ്ട്. നൗ ദിസ് ബെൻഡിങ് ഈസ് സെഡ് ടു ബി ഡിഫ്രാക്ഷൻ. Condition for diffraction. Diffraction pattern is seen if the size of the diffracting object is of the same order of the wavelength of light used. Already നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റ് ആണ്. ആൻഡ് സോ നമ്മളിപ്പോൾ ഇവിടെ ഒരു ഒബ്സ്റ്റക്കിൾ ആണ്, ഒരു സ്ലിറ്റ് എന്ന് പറയാം. നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു സംതിങ്, നൗ യു ഹാവ് എ സ്ലിറ്റ് ഹിയർ, ആഫ്റ്റർ ദാറ്റ് അഗെയിൻ പിന്നെ സ്ലിറ്റ് ഉണ്ട്. സോ ഇൻ ബിറ്റ്വീൻ ഇതാണ് സ്ലിറ്റ് വിടുത്ത് ഇതാണ്. നൗ സ്ലിറ്റ് വിഡ്ത്തിനെ ഞാൻ എ എന്ന് റെപ്രസെന്റ് ചെയ്തു. ഈ സ്ലിറ്റ് വിഡ്ത്ത് എ ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ ലാംഡ. അപ്പം എനിക്ക് ഇവിടെ ഇൻപുട്ട് എൻഡിലുള്ളത് ഒരു പ്ലെയിൻ വേവ് ഫ്രണ്ട് ആണ്, അതായത് വേവ്സ് പ്ലെയിൻ ആയിട്ടാണ്, വേവ് ഫ്രണ്ട് പ്ലെയിൻ ആണ്. ഹൈഗൻസ് തിയറി നിങ്ങൾ ഇന്റർഫറൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. നൗ ഇഫ് ദി സ്ലിറ്റ് വിഡ്ത്ത് ഈസ് ലാർജ്, നിങ്ങൾ ഇവിടെ പാസ് ചെയ്ത് പോകുന്ന ലൈറ്റ് നോക്കി, ഇതും പ്ലെയിൻ ആണ്, പ്ലെയിൻ വേവ് ഫ്രണ്ട് ആണ്. ഇൻപുട്ടും പ്ലെയിൻ വേവ് ഫ്രണ്ട് ആണ്, ഔട്ട്പുട്ടിലുള്ള ദിസും പ്ലെയിൻ വേവ് ഫ്രണ്ട് ആണ്. But when wavelength A and when the wavelength lambda and the slit width is of comparable size, നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇൻപുട്ടിൽ വന്നത് പ്ലെയിൻ വേവ് ഫ്രണ്ട് ആണെങ്കിലും ഔട്ട്പുട്ടിലുള്ളത് എക്സാക്ട് പ്ലെയിൻ വേവ് ഫ്രണ്ട് അല്ല. ആൻഡ് വെൻ എ ഈസ് വെരി മച്ച് ലെസ് ദാൻ ലാംഡ, നമുക്കൊരു പ്ലെയിൻ വേവ് ഫ്രണ്ട് വന്നു കഴിഞ്ഞാൽ, നോട്ട് വെരി മച്ച് ലെസ് ദാൻ, ഇഫ് എ ഈസ് ലെസ് ദാൻ ലാംഡ, ഒരു പ്ലെയിൻ വേവ് ഫ്രണ്ട് വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഔട്ട്പുട്ടിൽ ഉണ്ടാവുന്ന എന്താണ്, ഒരു സ്പെറിക്കൽ വേവ് ഫ്രണ്ട് ആയി മാറും. സ്പെറിക്കൽ വേവ് ഫ്രണ്ട് നമ്മൾ ടു ഡയമെൻഷണൽ പ്ലെയിനിൽ കാണിക്കുന്നതുകൊണ്ടാണ്. ആക്ച്വലി ഇതൊരു പ്ലെയിൻ വേവ് ഫ്രണ്ട്, ഒരു പ്ലെയിൻ ആണ്. സോ യു വിൽ ഹാവ് സർക്കുലർ സ്പെറിക്കൽ വേവ് ഫ്രണ്ട്സ് ഫ്രം ഹിയർ. ഓക്കെ, നൗ ഇൻ ദിസ് കേസിലായിരിക്കും ഡിഫ്രാക്ഷൻ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ട്, മച്ച് പ്രൊനൗൺസ്ഡ് ആയിട്ട് കാണാൻ പറ്റുക. ഇഫ് എ ഈസ് വെരി മച്ച് ലെസ് ദാൻ ലാംഡ, ഓർ ഫ്രം ഹിയർ ഇറ്റ് സെൽഫ് എ ഈസ് ഈക്വൽ ടു ലാംഡ ആവുന്ന കേസ് തൊട്ടാണ് നമുക്ക് ഡിഫ്രാക്ഷൻ്റെ എഫക്ട്സ് നന്നായി കാണാൻ പറ്റും. Okay, now first, how to classify diffraction? Generally, we will classify diffraction into two. The first type is Fraunhofer diffraction and the second is Fresnel diffraction. So Fresnel and Fraunhofer are the name of two scientists. അവർ ഇത് സ്റ്റഡി ചെയ്ത രണ്ട് സയൻറ്റിസ്റ്റുകളാണ്. So this is, I guess this is Fraunhofer and this is the photograph of Fresnel. Okay, now let us discuss about Fraunhofer and Fresnel. Some few points. So so first I will start with Fresnel. So Fresnel ഒരു പിന്നെ ഫ്രഞ്ച് ഫിസിസിസ്റ്റ് ആണ്. ഫ്രെണൽ ആണ് ഈ റിഫ്രാക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്തത്. റിഫ്രാക്ഷൻ, സിമിലർലി റിഫ്ലക്ഷൻ ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള പിന്നെ ഫോർമുലാസ് ഒക്കെ ഡിറൈവ് ചെയ്തൊരു സയൻറ്റിസ്റ്റ് ആണ്. ആൾസോ ഹി ഡെവലപ്ഡ് വേവ് തിയറി ഓഫ് ലൈറ്റ് ഡെവലപ്പ് ചെയ്തൊരു സയൻറ്റിസ്റ്റ് ആണ്. ആൻഡ് അനദർ ഇമ്പോർട്ടൻറ്റ് കോൺട്രിബ്യൂഷൻ ഈസ് ഫ്രെണൽ ലെൻസ്. സോ ഞാനിപ്പോൾ പറയുന്ന പോയിന്റ്സ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. ഫ്രെണൽ ലെൻസ് ഡിസ്കസ് ചെയ്ത് പിന്നെ ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്ത ഫ്രെണലാണ്. ഈ ഫ്രെണൽ ലെൻസ് നമ്മുടെ ലൈറ്റ് ഹൗസിൽ, ഇപ്പോൾ നമ്മൾ പറയാം ഒരു ഷിപ്പ് കടലിലാണെങ്കിൽ ഓഷ്യന് തിരിച്ചു വരുമ്പോൾ അല്ലെങ്കിൽ ഓഷ്യനിൽ ട്രാവൽ ചെയ്യുമ്പോൾ ലൈറ്റ് ഹൗസ് അവർ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ട് യൂസ് ചെയ്യും. അവർക്ക് ദിശ അറിയാനും ഇതിനൊക്കെ വേണ്ടി അവർ, അല്ലെങ്കിൽ തിരിച്ച് തീരത്തേക്ക് അണയാൻ വേണ്ടി ഒരു ലൈറ്റ് ഹൗസ് ആണ് ഒരു യൂസ് ചെയ്യുക. ആൻഡ് ദിസ് ലൈറ്റ് ഹൗസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ലെൻസാണ് ഫ്രെണൽ ലെൻസ്. ഒരുപാട് ദൂരത്ത് നിന്ന് ലൈറ്റ് ഫോക്കസ് ചെയ്ത് കിട്ടണം. സോ ദർ ആർ മെനി അതർ ഡിസ്കവറീസ് ഓഫ് ഫ്രെണൽ. ആൻഡ് ഇമ്പോർട്ടൻറ്റ് തിങ്, അയാളുടെ ബയോഗ്രഫി വായിച്ചപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയ അയാളുടെ 39 years അയാൾ ഡിസീസ് വന്നിട്ട് മരിച്ചുപോയി. ആൻഡ് ബിഫോർ 39 years ഹി ഡിഡ് ലോട്ട് ഓഫ് റിസർച്ചസ് ആൻഡ് ലോട്ട് ഓഫ് ഡിസ്കവറീസ്. എ ട്രൂ ഇൻസ്പിരേഷണൽ ആളാണ്, സയൻറ്റിസ്റ്റ് ആണ് ഫ്രെണൽ. Now let us discuss about Fraunhofer, and this is more motivational ആണ്. ഫ്രോണോഫറിന്റെ ബയോഗ്രഫി നമ്മൾ നോക്കിയാൽ, ആൻഡ് ഹി വാസ് ദി 11th child of his father. 11ാമത്തെ ചൈൽഡ് ആണ്. ആൻഡ് ബിക്കോസ് ഓഫ് ഹിസ് ഫാദേഴ്സ് ഫിനാൻഷ്യൽ കണ്ടീഷൻ, ദിസ് ഫ്രോണോഫറിന് എഡ്യൂക്കേഷൻ ഒന്നും കിട്ടിയില്ല. സോ ദി സയൻറ്റിസ്റ്റുകൾ ഏകദേശം 1800 ആണ് ഇവരുടെ സ്റ്റഡീസും ഇവരുടെ ഇത് വരുന്നത്. ഒരുപാട് ബാക്കിലല്ല, അറൗണ്ട് ഏകദേശം 1800 നൗ ഇയാള് at the age of 11 he was orphaned. അയാളുടെ ഫാദർ മരിച്ചുപോയി, ഓർഫനായി. അങ്ങനെ പിന്നെ ഫിനാൻഷ്യൽ കണ്ടീഷൻ അത്രത്തോളം ഇതല്ലാത്തതുകൊണ്ട് അയാൾ ഒരു ഗ്ലാസ് കമ്പനിയിൽ ജോലി ചെയ്യാൻ തുടങ്ങി.
ആൻഡ് അങ്ങനെ ഗ്ലാസ് വർക്കറായി ചെറുപ്പത്തിൽ തൊട്ട് അയാൾ ജോലി ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഗ്ലാസ് വർക്കേഴ്സിന് പോയിസൺ ഉണ്ടാവും ഗ്ലാസ് എന്നുള്ള കെമിക്കൽ ഇതായിട്ട്, അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ആക്കി വന്നിട്ടുണ്ട്. ബട്ട് അനദർ ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് അയാൾ ഗ്ലാസ് വർക്കറായി വർക്ക് ചെയ്യുന്നതിനിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ വർക്ക്ഷോപ്പ് കൊളാപ്സ് ചെയ്തു ആൻഡ് ഹി വാസ് ബെറീഡ് ഇൻസൈഡ് ദി റിമൈനിങ്. And then there was a rescue mission, and the rescue mission was coordinated by the അന്നത്തെ പ്രിൻസ് അറിഞ്ഞു, പ്രിൻസാണ് കോർഡിനേറ്റ് ചെയ്തത്. ആൻഡ് ഇത് റെസ്ക്യൂ മിഷനിൽ ഇയാളെ രക്ഷപ്പെട്ടു. അങ്ങനെ പ്രിൻസിന്റെ ശ്രദ്ധയിൽ ഇയാൾ വരികയാണ്. അങ്ങനെ അദ്ദേഹത്തിന് കുറച്ച് പണവും പുസ്തകവും നൽകി. അങ്ങനെ അദ്ദേഹം വായിക്കാൻ തുടങ്ങി. ആൻഡ് ഫ്രം ദർ ഇറ്റ് സെൽഫ്, അവിടുന്ന് പിന്നെ അയാൾ വായിച്ച് പഠിച്ച് ഒരു സയൻറ്റിസ്റ്റ് ലെവലിലേക്ക് എത്തുകയാണ്. ദെൻ അവിടെ ഒരുപാട് സ്റ്റഡീസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫ്രണോഫർ, നമുക്ക് ഈ സ്പെക്ട്രോസ്കോപ്പ് നിങ്ങൾ ലാബിൽ ചിലപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ടാവും. മോഡേൺ സ്പെക്ട്രോസ്കോപ്പ് നമ്മൾ ആദ്യം ഡെവലപ്പ് ചെയ്തത്, സ്പെക്ട്രോസ്കോപ്പ് ഡെവലപ്പ് ചെയ്തത് ഫ്രണോഫർ ആണ്. ഫ്രണോഫർ സോളാർ സ്പെക്ട്ര സ്റ്റഡി ചെയ്തു. സോളാർ സ്പെക്ട്രത്തിൽ ദർ ആർ ഡാർക്ക് ലൈൻസ് വിച്ച് ആർ കാൾഡ് ആസ് ഫ്രണോഫർ ലൈൻസ്. ഇന്നും ഫ്രണോഫർ ലൈൻസും സ്റ്റഡീസ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രേറ്റിംഗ് എന്നുള്ള ഒരു അദ്ദേഹം ഒരു ഗ്രേറ്റിംഗ് ഡെവലപ്പ് ചെയ്തു. ഗ്രേറ്റിംഗ് ഡിസ്കവർ ചെയ്ത ഫ്രണോഫർ അല്ല, ബട്ട് ഫ്രണോഫറിന്റെ ഒരു വേർഷൻ ഉണ്ട്, 2 സ്ക്രൂ ഒക്കെ യൂസ് ചെയ്തിട്ട് ദെൻ 13 വയേഴ്സ് യൂസ് ചെയ്തിട്ട് ഫ്രണോഫർ ഗ്രേറ്റിംഗ് ഡെവലപ്പ് ചെയ്തു. ആൻഡ് ദർ ആർ മെനി അതർ ഡിസ്കവറീസ് ആൾസോ. ആൻഡ് അഗെയിൻ അറ്റ് ദി ഏജ് ഓഫ് 39 he died because of the poisons from this ഗ്ലാസ് കമ്പനിയിൽ വർക്ക് ചെയ്തപ്പോൾ ഉണ്ടായ പോയിസണിന്റെ ഡിസീസ് കൊണ്ട് അയാൾ 39 വയസ്സിൽ അയാൾ മരണപ്പെട്ടു. ദെൻ ഗ്ലാസ് പോളിഷിങ്ങിൽ, അന്നത്തെ ഈ ഗ്ലാസ് ഏറ്റവും സ്മൂത്ത് ആയിട്ട് പോളിഷ് ചെയ്തെടുക്കുന്ന ഒരുപാട് ടെക്നിക്സ് അയാൾ കണ്ടെത്തിയിട്ടുണ്ട്, ഫ്രണോഫർ. സോ ദീസ് 2 സയന്റിസ്റ്റുകൾ നമുക്ക് ഒരുപാട് സയൻസ് ഫീൽഡിൽ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്ത 2 സയന്റിസ്റ്റുകളാണ്. ആൻഡ് ഇവരുടെ പേരിലാണ് ഈ 2 ഡൈഫ്രാക്ഷനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തത്, ഫ്രണോർ ഡിഫ്രാക്ഷൻ ആൻഡ് ഫ്രണോഫർ diffraction. Now we will discuss about what is Fraunhofer diffraction and what is Fresnel diffraction. Okay. So first category, Fraunhofer diffraction. So Fraunhofer diffraction means the source and the screen are placed at infinity. So നമ്മൾ സ്റ്റഡി ചെയ്യുന്ന ഡിഫ്രാക്ഷനെ കുറിച്ചാണ്. ഡിഫ്രാക്ഷൻ പാറ്റേൺ നമുക്ക് വേണമെങ്കിൽ ഒരു സോഴ്സ് വേണം, യു ഹാവ് എ ഡിഫ്രാക്റ്റിംഗ് എലമെന്റ് ആൻഡ് എ സ്ക്രീൻ. അറ്റ്ലീസ്റ്റ് ദീസ് 3 തിങ്സ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. സോ യു നീഡ് എ സോഴ്സ്, you need a diffracting element and you need a screen. So ഇത് ആക്ച്വലി ഞാൻ ഉദ്ദേശിച്ച ഡിഫ്രാക്റ്റിംഗ് എലമെന്റ് ആണ്, ഡിഫ്രാക്റ്റിംഗ് എലമെന്റ് and you need a screen. Now in case of Fraunhofer diffraction, these are placed at infinity. So ഇവിടെ നമ്മളിവിടെ ഡിസ്റ്റൻസ് എന്താവണം, ഇൻഫിനിറ്റ് ഡിസ്റ്റൻസിൽ വെക്കണം സോഴ്സും അതുപോലെ ഡിഫ്രാക്റ്റിംഗ് എലമെന്റും സ്ക്രീനിനൊക്കെ ഇൻഫിനിറ്റ് ഡിസ്റ്റൻസ് വേണം. സെക്കൻഡ് പോയിന്റ്, പ്ലെയിൻ വേവ് ഫ്രണ്ട് ഈസ് ഇൻസിഡന്റ് ഓൺ ദി അപ്പർച്ചർ. അപ്പർച്ചർ ഉദ്ദേശിക്കുന്ന ഒബ്സ്റ്റക്കിൾ ആണ്. ഈ അപ്പർച്ചറിൽ നമുക്ക് പ്ലെയിൻ വേവ് ഫ്രണ്ട് ഇൻസിഡന്റ് ആവണം. നമ്മളിവിടെ ഇൻഫിനിറ്റ് ഡിസ്റ്റൻസിൽ വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് യു ഹാവ് എ പോയിന്റ് സോഴ്സ്, ആ പോയിന്റ് സോഴ്സ് നിന്ന് വരുന്ന ഇത് നമുക്ക് സ്പെറിക്കൽ വേവ് ഫ്രണ്ട്സ് ആയിരിക്കും. ബട്ട് ഈ സ്പെറിക്കൽ വേവ് ഫ്രണ്ട് നിങ്ങൾ ഇൻഫിനിറ്റ് ഡിസ്റ്റൻസിൽ നിങ്ങൾ ഒരു സ്പെറിക്കൽ വേവ് ഫ്രണ്ടിന്റെ ഒരു ആർക്ക് കൺസിഡർ ചെയ്താൽ, ഇൻഫിനിറ്റ് ഡിസ്റ്റൻസിൽ പറയുന്ന ചെറിയൊരു പാർട്ട് എടുത്താൽ നമുക്ക് എന്താവും, ഒരു പ്ലെയിന്, ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. സോ ഇൻഫിനിറ്റ് ഡിസ്റ്റൻസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്നത് പോയിന്റ് സോഴ്സ് എന്നാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം, ഇവിടെ വരുന്ന വേവ് ഫ്രണ്ട്സ് പ്ലെയിൻ വേവ് ഫ്രണ്ട്സ് ആണ്. സോ അങ്ങനെയാണ് നമ്മൾ ഫ്രണോഫർ ഡിഫ്രാക്ഷൻ അച്ചീവ് ചെയ്യുക. അപ്പോൾ ഒരു സോഴ്സ് ആണെങ്കിൽ ഇൻഫിനിറ്റ് ഡിസ്റ്റൻസ് ആക്കുന്നത് ഈ പ്ലെയിൻ വേവ് ഫ്രണ്ട് ആവാൻ വേണ്ടിയിട്ടാണ്. നൗ ഇതിങ്ങനെ അങ്ങനെ ചെയ്യാനുള്ള ടെക്നിക്ക് നമുക്ക് തേർഡ് പോയിന്റ് നമുക്ക് എന്ത് ചെയ്യാം, ലെൻസ് യൂസ് ചെയ്താൽ മതി. കോൺവെക്സ് ലെൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് വരുന്ന റേസിനെ പാരലൽ ആക്കി മാറ്റാൻ പറ്റും. സോ നമ്മൾ ഫ്രണോഫർ ഡൈഫ്രാക്ഷനിൽ ആൾവേസ് വി യൂസ് ലെൻസ്. So these are the 3 points. First one, source and screens are placed at infinite distance. Plane wavefront is incident on the aperture. Third, most of the cases lenses are used. Okay. Now let us discuss about Fresnel's diffraction. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും വരിക. സോഴ്സ് ആൻഡ് സ്ക്രീൻ ആർ പ്ലേസ്ഡ് അറ്റ്, ഇവിടെ നമ്മൾ ഇൻഫിനിറ്റി ആണെങ്കിൽ ഇവിടെ ഫൈനൈറ്റ് ഡിസ്റ്റൻസ് ആണ് ഫ്രം ദി അപ്പർച്ചർ ഓർ ഒബ്സ്റ്റക്കിൾ. ദെൻ ദി ഇൻസിഡന്റ് വേവ് ഫ്രണ്ട് ഇവിടെ പ്ലെയിൻ വേവ് ഫ്രണ്ട് ആണെങ്കിൽ, Fresnel's diffraction ആകുമ്പോൾ ഇൻസിഡന്റ് വേവ് ഫ്രണ്ട് സ്പെറിക്കൽ വേവ് ഫ്രണ്ട് ഓർ സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ട് ആണ്. തേർഡ് പോയിന്റ്, there will not be any lenses. No lenses are used in this case. So these are the 3 points that you have to remember about Fresnel's diffraction. Okay. Now just an example for ഒരു സെറ്റപ്പിന്റെ, ഒരു ടിപ്പിക്കൽ സെറ്റപ്പിന്റെ ഡയഗ്രാം ആണ്. സോ നിങ്ങൾ ഈ ഡയഗ്രാം നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ സോഴ്സ് ഓഫ് ദി ലൈറ്റ് സോഴ്സ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങളൊരു ലെൻസ് യൂസ് ചെയ്തു. സോ ഈ ലെൻസ് എന്ത് ചെയ്തു, ഇവിടുന്ന് വരുന്ന റേസിനെ പാരലൽ റേസ് ആക്കിയിട്ട് മാറ്റി. സോ ദീസ് ആർ ദി പാരലൽ റേസ്. ദിസ് പാരലൽ റേസ് ഒരു സ്ലിറ്റിലൂടെ കടന്നുപോയി. നൗ ദ സ്ലിറ്റ് ആണ് നമ്മുടെ അപ്പേർച്ചർ ഓർ ഡിഫ്രാക്റ്റിംഗ് എലമെന്റ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഫ്രാക്ഷൻ സംഭവിക്കണമെങ്കിൽ ഒരു സംതിങ് വേണം, ഒരു ഒബ്സ്റ്റക്കിൾ വേണം, അല്ലെങ്കിൽ ഒരു അപ്പേർച്ചർ വേണം.
അല്ലെങ്കിൽ അത് നമ്മൾ സിംപ്ലി ഡിഫ്രാക്റ്റിംഗ് എലമെന്റ് എന്ന് പറയും. ആ ഡിഫ്രാക്റ്റിംഗ് എലമെന്റ് ആയിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നത് ഒരു സ്ലിറ്റ് ആണ്. ദി സ്ലിറ്റ് നൗ ആഫ്റ്റർ ദി സ്ലിറ്റ് ഡൈഫ്രാക്ട് ചെയ്ത വേവ്സിന് എന്ത് ചെയ്തു, അനദർ കോൺവെക്സ് ലെൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ സ്ക്രീനിൽ ഒരു പോയിന്റിൽ ഫോക്കസ് ചെയ്തു. സോ ഹിയർ നമ്മൾ നോക്കിയാൽ നമുക്കിവിടെ ഫ്രണ്ട് ഓഫ് ഡൈഫ്രാക്ഷനിൽ നമുക്ക് ലെൻസ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പർച്ചറിൽ എത്തിയ വേവ് ഫ്രണ്ട്സ് നമ്മൾ പ്ലെയിൻ വേവ് ഫ്രണ്ട്സ് ആക്കി മാറ്റി. ഓക്കെ, സോ ദീസ് ആർ ദി പോയിന്റ്സ്. ഇൻഫിനിറ്റ് ഡിസ്റ്റൻസ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്ലെയിൻ വേവ് ഫ്രണ്ട് എന്നുള്ള കൺസെപ്റ്റിലേക്ക് എത്തി. സോ നമ്മൾ ഫ്രണ്ട് ഓഫ് ഡൈഫ്രാക്ഷനെ കുറിച്ച് പോയിന്റ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ അച്ചീവ് ചെയ്തു. സോ ദാറ്റ്സ് അബൌട്ട് ഫ്രണ്ട് ഓഫ് ഡൈഫ്രാക്ഷൻ. നൗ ഫ്രണ്ടൽ ഡൈഫ്രാക്ഷൻ മീൻസ് ജസ്റ്റ് ഒരു സോഴ്സും ഒരു സ്ലിറ്റും ഒരു സ്ക്രീനും മതി. സോ യു ഹാവ് എ സോഴ്സ്, എ ലൈറ്റ് സോഴ്സ്, എ മോണോക്രോമാറ്റിക് സോഴ്സ്, ആൻഡ് യു ഹാവ് എ സ്ലിറ്റ്. സോ അതൊരു ചെറിയൊരു സ്ലിറ്റ് ഉണ്ട്, ത്രൂ ദി സ്ലിറ്റ് ലൈറ്റ് വന്നു, ആൻഡ് യു ഹാവ് എ ഡിഫ്രാക്ഷൻ പാറ്റേൺ. ഇവിടെ നമ്മൾ കാണിച്ചത് കിട്ടുന്ന ഡിഫ്രാക്ഷൻ പാറ്റേണിന്റെ ഇന്റൻസിറ്റി ആണ്. ആക്ച്വലി നിങ്ങൾ പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ സിംഗിൾ സ്ലിറ്റ് ആയതുകൊണ്ട് ഒരു സെൻട്രൽ മാക്സിമം ഉണ്ടാവും. ദെൻ യു വിൽ ഹാവ് സെക്കൻഡറി മാക്സിമാസ്. ഇവിടെ സെക്കൻഡറി മാക്സിമ ഇങ്ങനെ ഒരു പാറ്റേൺ ഉണ്ടാവുക, ചെറിയ ചെറിയ മാക്സിമാസ് ഉണ്ടാവും. അപ്പോൾ അതിന്റെ ഇന്റൻസിറ്റി നമ്മൾ പ്ലോട്ട് ചെയ്താൽ ഇതിന്റെ ഇന്റൻസിറ്റി മാക്സിമം ആയിരിക്കും. അപ്പോൾ ഞാൻ കർവിൽ കാണിച്ചത് ആക്ച്വലി ഡിഫ്രാക്ഷൻ പാറ്റേണിന്റെ ഇന്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്. ആക്ച്വലി ദിസ് ഈസ് ഇന്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ഫ്രണ്ടോഫറിന്റെ കേസിൽ ഞാൻ ആ ഡിസ്ട്രിബ്യൂഷൻ കാണിച്ചിട്ടില്ല. സോ ഡിസ്ട്രിബ്യൂഷൻ ഫുൾ എഴുതാം, ഇന്റൻസിറ്റി distribution, okay, on the screen. So that's about Fresnel's diffraction. Okay, now നമ്മൾ ഡിഫ്രാക്ഷൻ, നിങ്ങൾ ഇതുവരെ ഇന്റർഫറൻസ് നിങ്ങൾ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞു ഫസ്റ്റ് മൊഡ്യൂളിൽ. Now let us discuss about diffraction and interference. ഒന്ന് കമ്പയർ ചെയ്യാം. So what is the difference between diffraction and interference? Suppose the waves originate from two different coherent sources producing a pattern, superpose ചെയ്തിട്ട് ഒരു പാറ്റേൺ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ ഇന്റർഫറൻസ് എന്ന് പറയും. സോ ഇവിടെ നമ്മൾ ഉദ്ദേശിച്ചത് ടു ഡിഫറെന്റ് കൊഹറന്റ് സോഴ്സ് നിന്ന് വരുന്ന ലൈറ്റ് സൂപ്പർപോസ് ചെയ്തിട്ടാണ് ഇന്റർഫറൻസ് പാറ്റേൺ ഉണ്ടാകുന്നത്. whereas here in diffraction the secondary wavelets that originate from same wave but occur from different parts of it produce the phenomenon called as diffraction. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ യൂസ് ചെയ്ത സിംഗിൾ സോഴ്സ് നിന്ന് വരുന്ന ലൈറ്റ് ആണ്. ഒരു സോഴ്സ് നിന്ന് വരുന്ന ലൈറ്റിന്റെ ഡിഫറെന്റ് സെക്കൻഡറി വേവ്ലെറ്റ്സ് സെക്കൻഡറി വേവ്ലെറ്റ്സ് നമ്മൾ സൂപ്പർപോസ് ചെയ്തിട്ടാണ് നമുക്ക് പാറ്റേൺ ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾ ഇന്റർഫറൻസിന്റെ കേസിൽ നിങ്ങൾ എന്ത് ചെയ്തു, ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് സ്റ്റഡി ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് അവിടെ രണ്ട് സ്ലിറ്റ് ഉണ്ട്, ഡബിൾ സ്ലിറ്റ്. സോ വൺ ഓഫ് ദി സ്ലിറ്റിലൂടെ വരുന്ന ലൈറ്റ് അനദർ സ്ലിറ്റിലൂടെ വരുന്ന കോഹറന്റ് ലൈറ്റും കൂടെ സൂപ്പർപോസ് ചെയ്തിട്ടാണ് നമുക്ക് പാറ്റേൺ ഉണ്ടായത്. സോ ഇങ്ങനെ വരുമ്പോൾ കേസിലാണ് നമ്മൾ ഇന്റർഫറൻസ് എന്നുള്ള ടേം യൂസ് ചെയ്യുക. ഓക്കെ, ദെൻ ഇന്റർഫറൻസിന്റെ ഇന്റൻസിറ്റി നിങ്ങൾ നോക്കിയാൽ മാക്സിമാസ് മുഴുവൻ സിമിലർ ഇന്റൻസിറ്റി ആയിരിക്കും. അപ്പോൾ ഇത് ഇന്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ വേഴ്സസ് ഡിസ്റ്റൻസ് കർവ് ആണ്. ദിസ് ഈസ് ഫോർ ഇന്റർഫറൻസ്. സെക്കൻഡ് കർവ് കാണിച്ചത് ഡൈഫ്രാക്ഷന്റെ കേസാണ്. ദിസ് ഈസ് ഫോർ ഡിഫ്രാക്ഷൻ. സോ ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഈ ഫസ്റ്റ് മാക്സിമ, സെക്കൻഡ് മാക്സിമ, തേർഡ് മാക്സിമാസ് എല്ലാം ഒരേ ഇന്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്. ബട്ട് ഡിഫ്രാക്ഷന്റെ കേസിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ പ്രൈമറി മാക്സിമം, സെൻട്രൽ മാക്സിമം ഇന്റൻസിറ്റിയിലാണ്. ബട്ട് ഫസ്റ്റ് പിന്നെ തൊട്ടടുത്ത് വരുന്ന മാക്സിമം തന്നെ എന്ത് ചെയ്തു, വളരെ ചെറുതായി പോയി. ഇന്റൻസിറ്റി ഇപ്പോൾ ഇവിടുത്തെ എത്രയോ മടങ്ങ് ചെറുതാണ് നെക്സ്റ്റ് മാക്സിമ. ദെൻ വെരി നെക്സ്റ്റ് മാക്സിമം നോക്കി ഇതിനേക്കാൾ വീണ്ടും ചെറുതാണ്. സോ ഇവിടെ നമുക്കൊരു സെൻട്രൽ മാക്സിമം ഉണ്ടാവും ആൻഡ് അതർ മാക്സിമാസിന്റെ ഇന്റൻസിറ്റി നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് മൂവ് ചെയ്യും തോറും ഡിക്രീസ് ചെയ്ത് വരും. ബട്ട് ഇൻ കേസ് ഓഫ് ഇന്റർഫറൻസ് യു ഹാവ് യൂണിഫോം എലിമിനേഷൻ, അതായത് പൊസിഷൻസ് ഓഫ് മാക്സിമക്കൊക്കെ സിമിലർ ഇന്റൻസിറ്റി ആണ്. ബട്ട് ഹിയർ ദി ഇന്റൻസിറ്റി ദർ ഇസ് എ വേരിയേഷൻ ഇൻ ദി ഇന്റൻസിറ്റി ഇൻ ദി കേസ് ഓഫ് ഡൈഫ്രാക്ഷൻ. ഓക്കെ, സോ തൊട്ട് താഴെ നമ്മൾ കാണിച്ച പാറ്റേൺ ആണ്. ഞാൻ നേരത്തെ ഫ്രനൽസ് ഡൈഫ്രാക്ഷൻ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെയായിരിക്കും നമുക്ക് പാറ്റേൺ. ദിസ് ഈസ് വാട്ട് യു സീ ഓൺ എ സ്ക്രീൻ. നമ്മൾ നേക്കഡ് ഐ കൊണ്ട് കണ്ണുകൊണ്ട് നോക്കിയാൽ നമ്മൾ ഇങ്ങനെ ഒരു പാറ്റേൺ ആയിരിക്കും കാണുക. ഇവിടുത്തെ ഇന്റൻസിറ്റി, ഇവിടുത്തെ ലൈറ്റിന്റെ ഇന്റൻസിറ്റി നമ്മളൊരു ഡിറ്റക്ടർ വെച്ചിട്ട് മെഷർ ചെയ്തിട്ട് നമ്മൾ പ്ലോട്ട് ചെയ്താലാണ് നമുക്ക് ഈ മുകളിൽ കാണിച്ച ഗ്രാഫ് വരെ, ഈ ഗ്രാഫ് വരിക. ഓക്കെ, നൗ ദി വിഡ്ത്ത് ഓഫ് ഫ്രിഞ്ചസ് ഇൻ ദി ഇന്റർഫറൻസ് ഈസ് ഈക്വൽ. ഇന്റർഫറൻസിന്റെ കേസിൽ ഈക്വൽ ആണ് അത്. ദി വിഡ്ത്ത് ഓഫ് ഫ്രിഞ്ചസ് ഇൻ ഇന്റർഫറൻസ് ഈസ് ഈക്വൽ. ഇവിടെ ഇന്റർഫറൻസ് ഈസ് ഈക്വൽ. സോ ഇതാണ് എക്സാമ്പിൾ. ഇന്റർഫറൻസിന്റെ കേസിൽ ഉണ്ട് അത് ന്യൂട്ടൺസ് റിങ്ങിന്റെ കേസിൽ അതുപോലെ ന്യൂട്ടൺസ് റിംഗ് അത് എയർ വെഡ്ജിന്റെ പാറ്റേൺ ആണ്. ന്യൂട്ടൺസ് റിംഗ് പോലെ നമുക്ക് ഇന്റർഫറൻസ് കിട്ടാൻ വേണ്ടി നമ്മൾ ലാബിൽ പാറ്റേൺ യൂസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ് പാറ്റേൺ. ഇവിടെ നമുക്ക് രണ്ട് ഗ്ലാസ് പ്ലേറ്റ് ഉണ്ട്, താഴെ ഒരു ഗ്ലാസ് പ്ലേറ്റ്, മുകളിൽ വേറെ ഗ്ലാസ് പ്ലേറ്റ്. ആൻഡ് ഇൻ ബിറ്റ്വീൻ ദി ഗ്ലാസ് പ്ലേറ്റ് നമ്മൾ ചെറിയ ഒരു നാരോ
ഒരു വയറോ ഒരു ഹ്യൂമൻ ഹെയർ ഒക്കെ പ്ലേസ് ചെയ്തും. സോ ഇൻ ബിറ്റ്വീൻ ഇപ്പോൾ നിങ്ങൾ എയർ ബഡ്ജ് നോക്കി ഇങ്ങനെ ഗ്ലാസ് പ്ലേറ്റും ഉണ്ടാവും. ഇവിടെ നമ്മളൊരു ഹ്യൂമൻ ഹെയർ എന്തെങ്കിലും പ്ലേസ് ചെയ്യാൻ വലുതാക്കി വരച്ചതാണ് കേട്ടോ. സോ ഇപ്പോൾ ഇവിടെ താഴേന്നും ഇവിടെ നിന്നുള്ള റിഫ്ലക്ഷൻസ് തമ്മിൽ റിഫ്ലക്ട് ചെയ്യുന്ന വേഴ്സും മുകളിലത്തെ ഇവിടെ നിന്ന് റിഫ്ലക്ട് ചെയ്യുന്ന വേഴ്സും തമ്മിൽ സൂപ്പർ പോസ് ചെയ്തിട്ട് നമുക്കൊരു പാറ്റേൺ ഉണ്ടാവും. സോ ഈ പാറ്റേൺ സ്ട്രൈറ്റ് ഫ്രിഞ്ചസ് നിങ്ങളിവിടെ കാണുന്നുണ്ടാവും. സോ നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും വിഡ്ത്ത് ഈക്വൽ ആണ്. ഇനി ഡിഫ്രാക്ഷൻ്റെ കേസിലോ ഫ്രിഞ്ചിൻ്റെ വിടുത്തോ ഇയാളുടെ വിടുത്തല്ല ഫസ്റ്റ് മാക്സിമത്തിൻ്റെ ഇതിൻ്റെ വിടുത്തല്ല തൊട്ടടുത്ത്, ഓരോന്നിൻ്റെയും വിടുത്ത് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ കേസിൽ ഒന്നാമത്തെ കേസ് ഫസ്റ്റ് ഒരു സിംഗിൾ സ്ലിറ്റിൻ്റെ ഡിഫ്രാക്ഷൻ ആണ്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഡബിൾ സ്ലിറ്റിൻ്റെ ഡിഫ്രാക്ഷൻ ആണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, ഈ സിംഗിൾ സ്ലിറ്റ് 2 സ്ലിറ്റ് ആക്കി മാറ്റി. സിംഗിൾ സ്ലിറ്റ് മീൻസ് യു ഹാവ് എ സ്ലിറ്റ് ലൈക്ക് ദിസ്. ഡബിൾ സ്ലിറ്റ് ആകുമ്പോൾ 2 സ്ലിറ്റ് ഇങ്ങനെ ഉണ്ടാവും. ഇനി മൂന്നാമത്തെ കേസിൽ കാണിക്കുന്ന തേർഡ് സ്ലിറ്റ് ഉണ്ട്. അപ്പോൾ തേർഡ് സ്ലിറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് 3 സ്ലിറ്റ് ഉണ്ടാവും. അതായത് ഇങ്ങനെ വന്നു 1 2 3. ഇപ്പൊ നിങ്ങൾക്ക് ഫസ്റ്റ് സ്ലിറ്റ്, സെക്കൻഡ് സ്ലിറ്റ്, തേർഡ് സ്ലിറ്റ്. അങ്ങനെ ഇപ്പോൾ ഒന്നാമത്തെ കേസിലുള്ള ഈ പാറ്റേൺ ആക്ച്വലി സെൻട്രൽ മാക്സിമാണ് ഡിവൈഡ് ചെയ്തിട്ട് ഇവിടെ എന്ത് ചെയ്തത്, ഇങ്ങനെ 2 പാറ്റേൺ ആയി മാറിയത്. സോ ആക്ച്വലി ഡബിൾ സ്ലിറ്റ് നോക്കുമ്പോൾ ആക്ച്വലി ഡബിൾ സ്ലിറ്റിന്റെ പാറ്റേണിൽ ഒരു ഡിഫ്രാക്ഷന്റെ എഫക്റ്റും ഉണ്ടാവും. ആൾസോ ദർ ഈസ് ആൻ ഇന്റർഫറൻസ്. ഡബിൾ സ്ലിറ്റ് മീൻസ് ഈ 2 സ്ലിറ്റിൽ നിന്നും വരുന്ന തമ്മിൽ ഇന്റർഫറൻസിന്റെ എഫക്റ്റ് വരും. ഇതിലൂടെ വരുന്ന റേസും ഇതിലൂടെ വരുന്ന റേസും തമ്മിൽ ഇന്റർഫറൻസ് ഉണ്ടാവും. ആൾസോ ദർ ഈസ് ഡിഫ്രാക്ഷൻ. സോ ആക്ച്വലി ഈ പ്രോസസ്സ് ഡബിൾ സ്ലിറ്റ് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. ഓക്കെ, സോ നമ്മൾ പാറ്റേൺ ജസ്റ്റ് നോക്കുക. പാറ്റേണിൽ നമുക്ക് പറയാനുള്ളത് വിഡ്ത്ത് ഓഫ് ദി ഫ്രിഞ്ചസ് ഇൻ ഇന്റർഫറൻസ് ഈസ് ഈക്വൽ, whereas in diffraction the fringe width is not at all equal. Okay, so that's about an introduction to our diffraction. Now next video il nammal Fraunhofer diffraction discuss cheyum, and then we will discuss about diffraction grating. Thank you.